ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താലി കെട്ട് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് എന്തായാലും താലി കെട്ടുന്നത് ഒരു കല്യാണം തന്നെയാണേ. ഞങ്ങളത് അങ്ങനെ തന്നെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സച്ചേട്ടാ, അർച്ചനയുടെ പിണക്കം ഇതുവരെ മാറിയില്ലല്ലേ? ഓ, അത് ഉടനെ ഒന്നും മാറുമെന്ന് തോന്നുന്നില്ല. അതെ, ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര ശരിയല്ല. എന്റെ കുഴപ്പം കൊണ്ടല്ല ഇത് തീരാത്തെ. ഒന്ന് സംസാരിക്കാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്ന കേൾക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. ഈ പിണക്കം മാറ്റാൻ ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? നിങ്ങളൊന്നും സംസാരിച്ചാ ഇത് തീരാൻ പോകുന്നില്ല. ഞങ്ങൾ ആരും സംസാരിക്കാൻ പോകുന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ഒരു പ്ലാനും അവളുടെ അടുത്ത് വർക്കൗട്ട് ആവില്ല. എനിക്ക് പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി. എടാ, കാല് വരെ ഞാൻ പിടിച്ചു നോക്കി. എവിടെ ഒരു രക്ഷയില്ല. അല്ല, എന്താ നിങ്ങളുടെ പ്ലാൻ? നാളെ രാവിലെ നൂലുകെട്ട്. അത് കഴിഞ്ഞ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വെച്ച് മാലയിടൽ. ഇതിനിടയിൽ നിങ്ങളുടെ പിണക്കം തീർക്കാനുള്ള ഐഡിയ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതങ്ങനെ നൂലുകെട്ടിനും മാലയിടൽ ചടങ്ങിനൊക്കെ ആയിട്ട് ദേ സന്ദീപേ ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുന്നതിനൊപ്പം അടുത്തിടപഴകിയും ചേർത്തീർത്തിയൊക്കെയുള്ള ചില ഫോട്ടോകളും ഞങ്ങൾ എടുപ്പിക്കും. പിന്നെ മാലയിടുന്ന സമയത്തും അത് കഴിഞ്ഞും ഫോട്ടോ എടുക്കുന്ന പരിപാടികളുണ്ടാവും. ആ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിണക്കം കാണിക്കാൻ പറ്റില്ലല്ലോ. അതീ പിടിച്ചും കേറിക്കോണം. താലി കെട്ട് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് എന്തായാലും താലി കെട്ടുന്നത് ഒരു കല്യാണം തന്നെയാണേ. ഞങ്ങളത് അങ്ങനെ തന്നെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല, എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻ? സച്ചിയുടെ ടെൻഷൻ വേണ്ട, ഈ പ്ലാൻ വർക്കൗട്ട് ആവും. സിമ്പിൾ. അടുത്ത് ചേർന്ന് തൊട്ടും പിടിച്ചൊക്കെ നിൽക്കുമ്പോ എങ്ങനെയെങ്കിലും സംസാരിച്ച് പിണക്കം അങ്ങ് മാറ്റിക്കോണം. എന്താ, പറ്റില്ലേ? നോക്കാം, പക്ഷേ നടന്നാ മതിയായിരുന്നു. ഞങ്ങൾക്കൊരു വഴി തുറന്നു തരാനേ പറ്റൂ. ബാക്കിയൊക്കെ സച്ചേട്ടനും എടുക്കാം. നാളെ സച്ചേട്ടന്റെ ഉള്ളിലെ പ്രേമത്തിന്റെ ചെകുത്താനൊന്ന് അഴിച്ചു വിട്, എല്ലാം ശരിയാവും. എന്റെ ഏട്ട, ഇത് നടക്കും, ഉറപ്പ്. ഇതോടെ നിങ്ങൾക്കിടയിലെ എല്ലാ പിണക്കവും മാറും. പഴയതിനേക്കാൾ കൂടുതൽ അർച്ചനടുത്ത് സച്ചേട്ടനെ സ്നേഹിക്കും. സച്ചിൻ എന്താ ആലോചിക്കുന്നത്? ആ രംഗം ഞാനൊന്ന് മനസ്സിൽ കാണുമായിരുന്നു. ഓ,
എന്റെ ദൈവമേ, ഇതൊന്ന് നടന്നാ മതിയായിരുന്നു. ഉം. രണ്ടുപേരും ഒരുങ്ങി നല്ല സുന്ദരിമാരായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ സുന്ദരിമാരല്ലേ? നിനക്കെന്താ ഒരു അസൂയ? ഞങ്ങൾക്ക് നിന്നെയൊക്കെ കുറച്ച് സൗന്ദര്യം കൂടി പോയണ്ടാണോ? പിന്നെ സൗന്ദര്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകല്ലേ. ആ ഫോട്ടോഗ്രാഫർ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ വരുമെന്നാ സന്ദീപ് പറഞ്ഞത്. ദേ, അവരുടെ പ്ലാനിങ് അനുസരിച്ച് കൂടെ നിന്നോണം. എങ്ങനെയെങ്കിലും അർച്ചനയുടെ സച്ചിയുടെ പിണക്കൊന്ന് മാറ്റണം. എല്ലാം കൊള്ളാം. പേരെടുക്കാൻ പോയ പതിച്ചി ഇരട്ടപ്പറ്റതുപോലെ ആയി പോവാതിരുന്നാ മതിയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇത് കുളമായി പോവാതിരുന്നാ മതിന്ന് പറഞ്ഞത്. സന്ദീപേട്ടന്റെ തലയിൽ ഉദിച്ച പ്ലാനാ ഇതല്ല. അത് തന്നെ എന്റെയും പേടി. നീ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കില്ലേ പെണ്ണെ? എല്ലാം ശരിയാക്കാം. ആ ഫോട്ടോഗ്രാഫർ ഒന്നിങ്ങ് വന്നോട്ടെ. ചേട്ടൻ എന്താ ലേറ്റ് ആയത്? ഇല്ലല്ലോ, പറഞ്ഞ സമയത്ത് തന്നെ വന്നില്ലേ? ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. ആ, ഫോട്ടോ എടുക്കുന്ന കാര്യമില്ലേ, അതെല്ലാം ഞാൻ ഏറ്റു. ചേട്ടൻ വാ. ആ, അല്ല, നിങ്ങളിതുവരെ റെഡിയായില്ലേ? അവിടെ എല്ലാം സെറ്റായി. ഫോട്ടോഗ്രാഫർ വരെ വന്നു. ഫോട്ടോഗ്രാഫറോ? അതെന്തിനാ? അത് പിന്നെ ചടങ്ങിനെ കുറിച്ച് ഫോട്ടോസ് എടുക്കണ്ടേ? അത് മൊബൈലിൽ എടുത്താ പോരെ? വെറുതെ എന്തിനാ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ വിളിച്ചേ? ഓ, നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒക്കെ കണക്കാ. ഈ നൂലുകെട്ടിന്റെയും കല്യാണത്തിനൊക്കെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാലേ അതൊരു ഫോട്ടോഗ്രാഫർ തന്നെ എടുക്കണം. എന്നാലല്ലേ ശരിയാവൂ, അല്ലേ സച്ചേട്ടാ? ആ, അതെ അതെ. ആ